ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാ കൂട്ടുകാരും ഓടി ഓടി വാ, നമുക്ക് ഒരുമിച്ച് ഹിന്ദി സംസാരിക്കാം. ഓക്കെ. അതുപോലെ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റെഡി? ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് യു? ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് യു? നിന്നെ ഞാൻ എങ്ങനെ മറക്കും? നമ്മൾ കൂട്ടുകാരോട് പറയുമല്ലേ, നീ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയൽപക്കക്കാർക്ക് നിങ്ങൾ എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഈ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല, നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കും എന്നെങ്ങനെ ചോദിക്കും? മൈം തുമേം കൈസെ ബോൽ സക്താഹും. മൈം ഞാൻ, തുമേം നിന്നെ, കൈസെ എങ്ങനെ, കൈസെ എങ്ങനെ, ബോൽ മറക്കുക, മറവി, ബോൽ സക്താഹും എങ്ങനെ മറക്കും, മൈം തുമേം കൈസെ ബോൽ സക്താഹും. വൈ ഡു യു കീപ് സൈലൻറ്റ്? വൈ ഡു യു കീപ് സൈലൻറ്റ്? ഇപ്പം ചില അത്യാവശ്യ സമയങ്ങളിൽ എന്തെങ്കിലും നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടെങ്കിലും മിണ്ടാമുനിയുടെ പോലെ മാറിയിരിക്കുക. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതെ മിണ്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പം നമ്മൾ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? നീ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ എന്നെങ്ങനെ ചോദിക്കും? തും ചുപ് ക്യോം രഹത്തെ ഹോ? തും ചുപ് ക്യോം രഹത്തെ ഹോ? തും നീ, ചുപ്പ് വെറുതെ മിണ്ടാതിരിക്കുക, ക്യോം രഹത്തെ ഹോ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? തും ചുപ്പ് ക്യോം രഹത്തെ ഹോ നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? മിണ്ടേണ്ട ആവശ്യമുണ്ട്, എന്നിട്ട് മിണ്ടണില്ല. തും ചുപ്പ് ക്യോം രഹത്തെ ഹോ? ഹൂം വേർ യു ടോക്കിംഗ് ടു? ഹൂം വേർ യു ടോക്കിംഗ് ടു? നീ ആരോടോ സംസാരിക്കുന്നത് കണ്ടിരുന്നു, അതാരാണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അതാരായിരുന്നു? നീ ആരോടാ സംസാരിച്ചിരുന്നത്? എങ്ങനെ ചോദിക്കാം? തും കിസ്സേ ബാത് കർ രഹേ ഥേ? തും നീ, കിസ്സേ ആരോട്, കിസ്സേ ആരോട്, ബാത്ത് സംസാരം അല്ലെങ്കിൽ വർത്തമാനം, കർ രഹേതേ ചെയ്തുകൊണ്ടിരുന്നത്, രഹേഥേ കഴിഞ്ഞുപോയി, ചെയ്ത് കഴിഞ്ഞിരുന്ന കാര്യം നമ്മൾ ചോദിക്കണേ. സംസാരിച്ചു കൊണ്ടിരുന്നത് ആരോടാണ്? അപ്പം രഹേഥേ. ഇനി അപ്പം നമ്മൾ തും കിസ്സേ ബാത് കർ രഹേഥേ, ആരോടാണ് നീ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇനി നീ ആരോടാണ് സംസാരിക്കുന്നത്? ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുക, നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കണത് എങ്ങനെയാണ്? തും കിസ്സേ ബാത് കർ രഹാ ഹേ? കർ രഹേഥേ എന്നതിന് പകരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് പറയും? കർ രഹാ ഹേ. തും കിസ്സേ ബാത് കർ രഹാ ഹേ? വൈ ഡു യു ഇൻസൾട്ട് മീ? വൈ ഡു യു ഇൻസൾട്ട് മീ? എന്തിനാണ് നീ എന്നിങ്ങനെ പരിഹസിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നീ എന്നിങ്ങനെ അപമാനിക്കുന്നത്? നിനക്ക് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്നിട്ട് നീ എന്തിനെന്നെ ഇങ്ങനെ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് എങ്ങനെ ചോദിക്കാം? തും നീ, മേരാ എൻ്റെ, അപമാനം, ക്യോം കർത്തേ ഹോ എന്തുകൊണ്ടാണ് നീ എന്നെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്നത്? തും മേരാ അപമാൻ ക്യോം കർത്തേ ഹോ? വൈ ഡു യു ഗെറ്റ് ആംഗ്രി? വൈ ഡു യു ഗെറ്റ് ആംഗ്രി? നിങ്ങൾ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമല്ല, എന്നിട്ട് എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? തുമേം ഗുസ്സ ക്യോം ആത്താ ഹേ? തുമേം ഗുസ്സ ക്യോം ആത്താ ഹേ? തുമേം നിനക്ക്, ഗുസ്സ ദേഷ്യം, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ക്യോം ആത്താ ഹേ നിനക്ക് എന്തെങ്ങനെ ദേഷ്യം വരുന്നത്? നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? തുമേം ഗുസ്സ ക്യോം ആത്താ ഹേ? ആജ്കൽ തും ജൽദി ഗുസ്സ ഹോ ജാത്താ ഹേ? ആജ്കൽ ഈ ദിവസങ്ങളിൽ, ആജ്കൽ ഈ ദിവസങ്ങളിൽ, തും ജൽദി ഗുസ്സ ഹോ ജാത്താ ഹേ നീ ജൽദി വേഗത്തിൽ, ഗുസ്സ ഹോ ജാത്താ ഹേ ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണ്? തുമേം ഗുസ്സ ക്യോം ആത്താ ഹേ നിനക്ക് എന്താണ് ഇങ്ങനെ ദേഷ്യം വരുന്നത്? സ്പെൻഡ് സം ടൈം വിത്ത് മീ?
സ്പെൻഡ് സം ടൈം വിത്ത് മീ. എന്നോട് കൂടെ കുറച്ച് നേരം ചിലവഴിക്കൂ, കുറച്ച് സമയം എൻ്റെ ഒപ്പം ഇരിക്കൂ, എന്നോട് കൂടെ ചിലവഴിക്കൂ. ചില സമയങ്ങളിൽ നമ്മൾ അസുഖമായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ചില സമയങ്ങളിൽ നമ്മുടെ കൂട്ടുകാരോ സ്വന്തക്കാരോ പപ്പയോ മമ്മിയോ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് പറയാം? മേരെ സാത്ത്, എൻ്റെ കൂടെ. മേരെ, എൻ്റെ, സാത്ത്, കൂടെ. മേരെ സാത്ത് കുച്ച് സമയം, കുറച്ച് സമയം. കുച്ച്, കുറച്ച്. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്. സമയം. കുച്ച് സമയ് ബിത്താവോ, ചിലവഴിക്കൂ. ബിത്താവോ, ചിലവഴിക്കൂ. മേരെ സാത്ത് കുച്ച് സമയ് ബിത്താവോ, കുറച്ച് സമയം എൻ്റെ കൂടെ ചിലവഴിക്കൂ. വൈ ഡു യു ഗെറ്റ് അപ്പ് ഏർലി? വൈ ഡു യു ഗെറ്റ് അപ്പ് ഏർലി? നീ ഈ ദിവസങ്ങളിൽ നീ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്, എന്തുകൊണ്ട്? അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, എന്തുകൊണ്ട്? വല്ല കാരണമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കുന്നത്? എങ്ങനെ ചോദിക്കാം? തും സുബ ജൽദി ക്യോ ഉഠത്തെ ഹോ? തും സുബ, നീ രാവിലെ, ജൽദി, വേഗത്തിൽ, ക്യോ ഉഠത്തെ ഹോ, ക്യോം, എന്തുകൊണ്ട്, ഉഠത്തെ ഹോ, എഴുന്നേൽക്കുന്നത്. നീ രാവിലെ വേഗം എഴുന്നേൽക്കുന്നുണ്ട്, എന്തുകൊണ്ട്? തും സുബ ജൽദി ക്യോ ഉഠത്തെ ഹോ? ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, അത് നിനക്ക് നല്ല പോലെ ചേരും. ഇപ്പം ഒരു 3-4 ഡ്രസ്സ് കാണിച്ചിട്ട് ഇതിലേതായിരിക്കും എനിക്ക് നല്ലപോലെ ചേരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ജോലിയേക്കാളും നല്ലത് ഈ ജോലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഈ ജോലിയാണ് നിനക്ക് ചേരുന്നത്, അല്ലെങ്കിൽ ഈ ഡ്രസ്സാണ് നിനക്ക് നല്ലപോലെ യോജിക്കുക. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു, ഇതാണ് നല്ലത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? യഹ്, ഇത്, ആപ്കെ ലിയെ, താങ്കൾക്ക്, ബെഹ്തർ ഹോഗ, വളരെ നല്ലതായിരിക്കും, യോജിക്കും. യഹ് ആപ്കെ ലിയെ, താങ്കൾക്ക്, ബെഹ്തർ ഹോഗ, നന്നായിരിക്കും, യോജിക്കും, നല്ലതായിരിക്കും. ബെഹ്തർ, ബെഹ്തർ ഹോഗ, നല്ലപോലെ യോജിക്കും. ഇംപ്രൂവ് യുവർ സെൽഫ്. നീ ഒന്നുകൂടി ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ സ്വയം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ എന്നെ നന്നാക്കണതിന് മുൻപ് നീ സ്വയം നന്നാവും, എന്നിട്ട് എന്നെ നന്നാക്കിയാൽ മതി എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ പറയും, നീ സ്വയം നന്നാവും ആദ്യം. എങ്ങനെ പറയാം? അപ്പനെ ആപ്കോ സുതാരേം. അപ്പനെ ആപ്കോ, അവനവനെ തന്നെ. അപ്പനെ ആപ്കോ, അവനവനെ തന്നെ. സുതാരേം, ചേഞ്ച് വരുത്തൂ, മെച്ചപ്പെടുത്തൂ. ഹീ ഈസ് പെർഫെക്റ്റ് ഫോർ ദിസ് ജോബ്. അവൻ ഈ ജോലിക്ക് അനുയോജ്യനാണ്. അവൻ ഈ ജോലി ഏൽപ്പിച്ചാൽ നല്ല പോലെ ചെയ്യും. അവൻ ഈ ജോലിക്ക് അനുയോജ്യനാണ് എന്നെങ്ങനെ പറയും? വഹ്, അവൻ, ഇസ് കാം കെ ലിയെ, ഈ ജോലിക്ക്, ബിൽക്കുൽ ഉപയുക്ത് ഹേ, ഈ ജോലിക്ക് വേണ്ടി അവൻ വളരെ യോജിച്ചവനാണ്. ബിൽക്കുൽ ഉപയുക്ത് ഹേ, തീർച്ചയായും യോജിച്ചവനാണ്. വഹ്, അവൻ, ഇസ് കാം കെ ലിയെ, ഈ ജോലിക്ക്, ബിൽക്കുൽ ഉപയുക്ത് ഹേ, തീർച്ചയായും യോഗ്യനാണ്. ഐ കാൺ ലിവ് വിതൗട്ട് യു. ഐ കാൺ ലിവ് വിതൗട്ട് യു. നീയില്ലാതെ, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല, കഴിയില്ല. ഇപ്പോൾ കൂട്ടുകാർ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ പറയും, നിങ്ങളില്ലാതെ എനിക്ക് പറ്റണില്ല, വേഗം വായോ. അല്ലെങ്കിൽ പപ്പേനെയും മമ്മീനെയും വിളിച്ച് നമ്മൾ പറയും, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം എങ്ങനെ പറയാം? മേം, മേം, ഞാൻ. തുമാരേ ബിന, നീ കൂടാതെ, നീ ഇല്ലാതെ. തുമാരേ ബിന, ബിന, ഇല്ലാതെ. തുമാരെ, നിൻ്റെ, അല്ലെങ്കിൽ നീ ഇല്ലാതെ. നഹീ രഹ് സക്ത, ജീവിക്കാനേ പറ്റില്ല, ഇവിടെ ജീവിക്കാനേ പറ്റില്ല എനിക്ക് നീയില്ലാതെ. മയും തുമാരേ ബിന, നീയില്ലാതെ, നിൻ്റെ കൂടെയല്ലാതെ. നഹീം രഹ് സക്ത, ജീവിക്കാനേ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനേ എനിക്ക് പറ്റില്ല. കോൾ ഹിം ടു ദ വർക്ക്. കോൾ ഹിം ടു ദ വർക്ക്, അവനെ ജോലിക്ക് വിളിക്കൂ. അപ്പം ഇന്നലെ അവൻ വന്ന് സംസാരിച്ചൊക്കെ പോയിട്ടുണ്ട്, അവനെ ജോലിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അവനെ വിളിക്ക്, അവൻ ജോലി ചെയ്യട്ടെ എന്ന് നമ്മൾ പറയും. ഉസേ കാംപർ ബുലാവോ. ഉസേ, അവനെ, കാംപർ, ജോലിയിലേക്ക് വിളിക്കൂ. ബുലാവോ,
ഉസേ അവനെ കാം പർ ജോലിയിലേക്ക് ബുലാവോ വിളിക്കൂ. ഉസേ കാം പർ ബുലാവോ. ക്രിസ്തുമസ് ഈസ് എബൌട്ട് ടു കം. ക്രിസ്തുമസ് ആണ് വരുന്നത്. ക്രിസ്മസ് ഇങ്ങ് അടുത്ത് എത്തിക്കഴിഞ്ഞ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? ഇത് നവംബർ മാസമാണ്, അടുത്ത മാസം ക്രിസ്മസ് ആണ് അല്ലേ? അപ്പോൾ ക്രിസ്മസ് വരാൻ പോകുന്നു എന്നെങ്ങനെ പറയും? ക്രിസ്തുമസ് ആനെ വാലാഹേ. ക്രിസ്മസ് ആനെ വാലാഹേ. ക്രിസ്മസ് വരാൻ പോകുന്നത്. ക്രിസ്മസ് വന്നു കഴിഞ്ഞു. ഇനി ഓണമാണെങ്കിൽ ഓണം ആനെ വാലാഹേ. ഓണം ദേ എത്തിക്കഴിഞ്ഞു, വരാൻ പോകുന്നു. വിഷു ആനെ വാലാഹേ. വിഷു ദേ വരാൻ പോവുകയാണ്, അടുത്ത മാസം വിഷു ആണ്. അല്ലെങ്കിൽ ബക്രീദ് ആനെ വാലാഹേ. ബക്രീദ് ദേ എത്തിക്കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, ദേ വരാൻ പോകും. ഇനി അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പപ്പ ആനെ വാലാഹേ, മമ്മി ആനെ വാലാഹേ, ബയ്യ ആനെ വാലാഹേ ഒക്കെ ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എങ്ങനെ പറയും? മേരെ പാസ് എൻ്റെ അടുത്ത്, ബഹുത്ത് വളരെ, സാര അധികം, കാം ഹേ ജോലിയുണ്ട്. മേരെ പാസ് എൻ്റെ അടുത്ത്, ബഹുത്ത് സാര വളരെയധികം, ബഹുത്ത് വളരെ, സാര അധികം, ബഹുത്ത് സാര വളരെയധികം, കാം ഹേ ജോലിയുണ്ട്. മേരെ പാസ് ബഹുത്ത് സാര കാം ഹേ. ഐ വിൽ സെൻഡ് ഹിം ടു യു. ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇപ്പോൾ ടീച്ചർ ഒരു കുരുത്തക്കേട് കാണിച്ച കുട്ടീനെ ഹെഡ് മാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെ മുറിയിലേക്ക് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവനോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പപ്പ ജോലി സ്ഥലത്താണ്, മമ്മി പറയുന്നുണ്ട് ദേ അവനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനെ പറയാം? മേം ഉസേ തുമാരെ പാസ് ഭേജുങ്ക. മേം ഞാൻ, ഉസേ അവനെ, തുമാരെ പാസ് നിൻ്റെ അടുത്തേക്ക്, പാസ് അടുത്ത്, തുമാരെ പാസ് നിൻ്റെ അടുത്ത്, ഭേജുങ്ക അയക്കും. മേം ഞാൻ, ഉസേ അവനെ അല്ലെങ്കിൽ അവളെ, തുമാരെ പാസ് നിൻ്റെ അടുത്തേക്ക്, ഭേജുങ്ക അയക്കും. അല്ലെങ്കിൽ ആപ്കെ പാസ് താങ്കളുടെ അടുത്തേക്ക്, ഭേജുങ്ക അയക്കും. ഐ ആം വറീഡ് അബൌട്ട് യു. ഐ ആം വറീഡ് അബൌട്ട് യു. ഞാൻ നിന്നെക്കുറിച്ച് വളരെയധികം ചിന്താകുലയാണ് അല്ലെങ്കിൽ ആശങ്കാകുലയാണ്. എനിക്ക് ഒരു സമാധാനമില്ല, നിന്നെക്കുറിച്ചാണ് എപ്പോഴും ചിന്ത എന്ന് എങ്ങനെ പറയും? മേം തുമാരെ ബാരെ മേം ഞാൻ, തുമാരെ നിൻ്റെ, ബാരെ മേം നിൻ്റെ കാര്യത്തിൽ, ചിന്തിത് ഹും ചിന്തിത് ചിന്താധീനനാണ് അല്ലെങ്കിൽ ആശങ്കാകുലനാണ്. മേം തുമാരെ ബാരെ മേം നിന്നെക്കുറിച്ചാണ്, ചിന്തിത് ഹും എപ്പോഴും ചിന്തിക്കുന്നത്, ചിന്താകുലനാണ്, നിന്നെക്കുറിച്ച് എനിക്ക് ആദിയാണ്, വ്യാധിയാണെന്നൊക്കെ പറയുമല്ലോ. മേം തുമാരെ ബാരെ മേം ചിന്തിത് ഹും. അപ്പം ഇന്ന് ടീച്ചർ പഠിപ്പിച്ച ഈ സെൻറ്റൻസസ് ഓരോന്നും അർത്ഥം മനസ്സിലാക്കി പറഞ്ഞ് പഠിക്കണം. ആവർത്തിച്ച് സംസാരിച്ച് പഠിച്ചാലാണ് നാക്കിൻ്റെ കെട്ടഴിയുള്ളൂ. എങ്കിലാണ് ഏത് ലാംഗ്വേജും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സെൻറ്റൻസ് മലയാളത്തിൽ എഴുതുക, അതിൻ്റെ ഇവിടെ ഈ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അപ്പം ആ അർത്ഥങ്ങൾ അതിനോട് കൂടി കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞ് ആവർത്തിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ബൈ.